ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എടാ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാ. എടാ, എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, സാറേ എനിക്ക് എങ്ങനെ 90% പ്ലസ് അല്ലെങ്കിൽ 95% മാർക്ക് CBSE എക്സാമിന് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പ് മാർക്കിലോട്ട് CBSE എക്സാമിൽ എനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ആളുകൾ ഹയർ സെക്കൻഡറി CBSE എക്സാമിനെ കുറിച്ചുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടാ, വളരെ ചിട്ടയായ പ്ലാനോട് കൂടിയ സ്റ്റഡിയാണ് അതിനുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? എടാ, നമ്മൾ ഏതൊരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഏതൊരു സബ്ജക്റ്റ് മക്കൾ പഠിക്കുമ്പോഴും പ്ലാൻഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് മക്കൾ. അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ആദ്യം കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കൺസെപ്റ്റ് അറിയാതെ നമ്മൾ ഇനി എത്ര പ്രോബ്ലം ചെയ്താലും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ എക്സ്ട്രാ പഠിച്ചിട്ടും കാര്യമില്ല. ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. നാളെ തന്നെ പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഓരോ കൺസെപ്റ്റുകളും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മക്കൾ, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിന് നല്ല പ്രയോറിറ്റി കൊടുത്തിരിക്കണം. വെയിറ്റേജ് നോക്കിയിട്ട് വേണം മക്കൾ ഓരോ ചാപ്റ്ററും പഠിക്കാൻ. ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജിനനുസരിച്ച് വേണം മക്കൾ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാനും അത് പഠിക്കാനും. അത് മാത്രമല്ലടാ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് NCERTയിലൂടെ കടന്നു പോയിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ നിങ്ങൾ +1 +2 പഠിക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് CBSE ആയതുകൊണ്ട് തന്നെ NCERTയുടെ ഏത് രീതിയിൽ നിന്നും ഏതൊരു ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ NCERTയിലെ എക്സസൈസുകളും NCERTയിലെ ലൈൻ ബൈ ലൈൻ റീഡിങ് തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ലൈൻ ബൈ ലൈൻ NCERT പഠിച്ച് അത് തറവാക്കുന്നതോട് കൂടി നിങ്ങൾ ആ കണ്ടന്റ് അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം ഡെയിലി റിവിഷനാണ്. എടാ മക്കളെ, ഏതൊരു കണ്ടന്റ് ആണോ നിങ്ങളൊരു ദിവസം പഠിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലെ കെമിസ്ട്രിയുടെ കേസിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ന് ഡാനിയൽ സെല്ല് പഠിച്ചു. ആ ഡാനിയൽ സെല്ല് പഠിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നിങ്ങൾ ഇന്ന് തന്നെ റിവൈസ് ചെയ്യണം. അപ്പം എന്താ ഗുണം? അതൊന്ന് മൈൻഡിൽ സെറ്റാവും. അങ്ങനെ ആ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഡെയിലി ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 95% മാർക്കിലോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി മക്കൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമത്തെ ഒരു കാര്യം, PYQ നന്നായിട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ. കാരണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ പേപ്പറിൽ നിങ്ങൾ കാണുക. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ PYQ ആവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യനുമായി ബന്ധമില്ലാതെ ഫുൾ പുതിയ ചോദ്യം ഇടാൻ പറ്റൂല. കാരണം ഇത്രയും വർഷങ്ങളായി നടന്ന കണ്ടന്റ് തന്നെയാണ് നിങ്ങൾക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത്, ഈ മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ കിട്ടും. ഇനി അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ മെറ്റീരിയൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, പുതിയ പുതിയ ഗൈഡുകൾ ഉപയോഗിക്കാം, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് കണ്ടെത്തി അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു CBSE കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ CBSE പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്കറിയാമല്ലോ കണ്ടന്റുകൾ കൂടുതലാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വെയിറ്റേജ് നോക്കി റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി മക്കളെ, ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഫോക്കസ് ആണ്. ഫോക്കസ് ഓൺ യുവർ ടാർഗറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ഓൺ യുവർ എയിമ. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എയിം ഉണ്ടാവും. ഇപ്പം എനിക്ക് 90% അല്ലെങ്കിൽ 95% മാർക്ക് വേണം എന്നുള്ള ഒരു എയിം നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അല്ലെങ്കിൽ എനിക്ക് +2 കഴിഞ്ഞ് CBSEയിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് നീറ്റിന് അപ്ലൈ ചെയ്ത് നീറ്റ് എഴുതണം അല്ലെങ്കിൽ JEE എഴുതണം. അപ്പോൾ ആ ഒരു ടാർഗറ്റ് നിങ്ങൾ അവിടെ എഴുതി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ
ഉണ്ടാവണം. എൻ്റെ ടാർഗറ്റ് ഇന്നതാണ്, അത് നേടാൻ വേണ്ടി ഞാൻ ഏതുവരെയും പോകും. അപ്പം നിങ്ങൾ ആ ലെവലിലുള്ളൊരു പഠനത്തിൽ നിങ്ങൾ അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ചിട്ടയായ പഠനം, ടൈം ടേബിൾ വെച്ച് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി മാത്രമേ 95% മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. അപ്പോൾ CBSEയിൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ രീതിയിലൊക്കെ നിങ്ങൾ ഏതൊരു സബ്ജക്റ്റും മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഒക്കെ മക്കൾ ചെയ്ത് തന്നെ പഠിക്കണം, വായിച്ച് പഠിച്ചുകൊണ്ട് കാര്യമില്ല. തിയറി വായിക്കുന്ന പോലെ പ്രോബ്ലംസ് വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂലടാ. അപ്പം നിങ്ങളത് എഴുതി തന്നെ പ്രോപ്പറായിട്ട് സാറ് പറഞ്ഞ ഈ പ്ലാനുകളോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 95% പ്ലസ് മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷനിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഷുവറാണ് മക്കളെ.